ശരിക്കും ഒരു 40,000 കിലോമീറ്റർ എങ്കിലും ഓടേണ്ട ടയർ എങ്ങനെയാണ് അങ്ങനെ 12,000 പോകുന്നത്? കുറെ അതിന്റെ റീസൺ റീസൺസ് ഉണ്ട് അതിനകത്ത്. ഒന്ന് ദ ക്വാളിറ്റി ഓഫ് ദ ടയർ ബ്രാൻഡ്, രണ്ട് ദ മെയിൻ്റെനൻസ്, ലൈക്ക് നമ്മൾ അലൈൻമെന്റ്, ബാലൻസിങ്, റൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന ഞാൻ എന്റെ പേജിൽ കൂടെ കുറെ ചെയ്തിട്ടുള്ളതാണ്. മൂന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് അറിയോ? ടയറിന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ, അതായത് ഇൻഫ്ലേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് സാധാരണ ടയറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഷോറൂമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറുകൾക്ക് നോർമലി ടയർ ലൈഫ് കുറവാണ്. അതിനും കുറെ റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഷോറൂമിൽ പോവുക വൺസ് ഇൻ ഒരു 10,000 കിലോമീറ്റേഴ്സിലൊക്കെ അല്ലേ നിങ്ങളുടെ സർവീസ് എന്ന് പറയുന്ന സംഭവം. അത്രയും സമയത്തെ പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്രയും സമയം വിത്ത് റോങ് അലൈൻമെന്റോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ബാലൻസിങ്ങോ ഒക്കെ ആയിട്ട് ടയർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. സോ നോർമലി ഷോറൂം മെയിൻറ്റൈൻഡ് ടയർസിന്റെ ലൈഫ് ഇസ് ലോ. ആൻഡ് ഐ ആം ഷുവർ മാത്തുക്കുട്ടി ഈസ് നോട്ട് എ വെരി സ്പീഡ് ആയിട്ട് ഓടിക്കുന്ന ഒരു ഹാർഷ് ഡ്രൈവറോ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുമല്ല റീസൺ. പിന്നെ റോഡ്സ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ റോഡ്സ് നന്നായി ഇമ്പ്രൂവ് ആയിട്ടില്ലേ അല്ലേ? കുറെ നമ്മുടെ കേരളത്തിൽ റോഡ്സ് ഒക്കെ ഒരുപാട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടുക്കി, മുണ്ടക്കയം, കുട്ടിക്കാനം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ, വയനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് മാത്രം കിടന്ന് കറങ്ങുന്ന ഒരു വണ്ടികൾ